അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് 46 വർഷം ജീവിച്ചു. ഞാൻ പറഞ്ഞു ഒരിക്കൽ പോലും ദേഷ്യപ്പെട്ടിട്ടില്ല, ശാന്തയില്ലാത്തൊരു മുഖം ഞാൻ കണ്ടിട്ടുമില്ല. അപ്പോൾ ഇപ്പോഴും അദ്ദേഹം അന്ന് ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടത് എല്ലാവരെയും സ്നേഹിക്കുക, കഴിയുന്നത്ര എല്ലാവരെയും സഹായിക്കുക. എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ആൾക്കാരെ സഹായിക്കാൻ. അതിന് ഉമ്മൻചാണ്ടി മരിച്ച ശേഷവും ഉമ്മൻചാണ്ടിയുടെ കാണിച്ചെന്ന മാതൃക പിന്തുടർന്നുകൊണ്ട് ഒരുപാട് ഉമ്മൻചാണ്ടിമാരുണ്ടാകണം എൻ്റെ ആഗ്രഹം. എല്ലാവരും ഒരു കൊച്ചു ഉമ്മൻചാണ്ടിയുമായിട്ട് എല്ലാം ഒത്രയും പേരാകുമോ അത്രയും നമുക്ക് നല്ലത്. നമ്മുടെ സമൂഹം ഒത്തിരി നന്മ പ്രതീക്ഷിക്കുന്നു, ആശ്വസിക്കുന്നു. അതിനുവേണ്ടിയാണ് ഈ ഒരു പദ്ധതി. ഇത് മോള് പറഞ്ഞല്ലോ 2012 ഒരു ചാരിറ്റി ഇൻട്രസ്റ്റ് ഉണ്ട്. ഈ മല്ല നമ്മൾ കൊടുക്കുന്നത് വളരെ കൊടുക്കുന്നത് എടുത്ത് അറിയാൻ പാടില്ല. ഇങ്ങനെ ട്രസ്റ്റ് വഴി കഴിയുന്ന വലിയ കാര്യങ്ങൾ പോലെ അല്ലല്ലോ. നമ്മൾ ചെറുതായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കുന്നപ്പം ആരോടും അങ്ങനെ പറയാൻ പാടില്ലെന്നുള്ളതല്ലേ ഒരു സ്നേഹത്തിൻ്റെ ഒരു മാതൃകയാണ്. അത് ഞങ്ങൾ തുടങ്ങി ഇപ്പോൾ ഒരു വലിയ രീതിയിൽ ഇങ്ങനെ ഉമ്മൻചാണ്ടി പോയ ശേഷം ചെയ്യുക എന്നുള്ളത് മെൻ്റലി ചലഞ്ച്. പിന്നെ വിധവന്മാർ ഇതായിരുന്നു. പിന്നെ ആരോഗ്യത്തിൽ ഏറ്റവും ഒരുപാട് ആരോഗ്യത്തിൻ്റെ കാര്യങ്ങൾ ആരോഗ്യത്തിൻ്റെ മേഖല ചെയ്തിട്ട് നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പോൾ നല്ലതായിട്ട് അന്ന് തുടങ്ങിയ ലോട്ടറി വരെ തുടങ്ങിയതില്ല. പിന്നെ പിള്ളേരുടെ ക്യാൻസറിൻ്റെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ഹിമോഫീലിയ എനിക്ക് പണ്ട് ഞാൻ അങ്ങനെ ഓർത്ത് നോക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ ഉമ്മൻചാണ്ടി ചെയ്തിട്ടുണ്ട്. അതെല്ലാം വീണ്ടും പുനരുജ്ജീവിപ്പിക്കണം എന്ന പ്രാർത്ഥനയുണ്ട്. അത് കണ്ട ലോകജനതയുടെ മനസ്സിൽ മുഴുവൻ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ കാര്യമാണ്. അത് അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് അതിൻ്റെ മഹത്വം കൂടുതലായി വർദ്ധിച്ചത് എന്നത് വളരെ വ്യക്തമാണ്. ദൈവസന്നിധിയിലേക്ക് പോയ 1-ാം വർഷം ആകുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനൊരു പദ്ധതി അദ്ദേഹത്തിൻ്റെ കബറിടത്തിൽ നിന്ന് തന്നെ ആരംഭിക്കുന്നു. അത് ദൈവസ്നേഹത്തിൻ്റെ ഒരു ഒഴുക്കാണ്. അതുകൊണ്ടാണ് ആ പേരിട്ടിരിക്കുന്നത്. ജനസമ്പർക്കം ഭൂമിയിൽ ജീവിക്കുന്നത് മാത്രമല്ല, ചില ആളുകൾ അവർ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാലും ശരീരപ്രകാരം മാറ്റപ്പെട്ടാലും അവർക്ക് ജനത്തോടുള്ള ദൈവസ്നേഹത്തിൻ്റെ ഒരടയാളമായി ഈ പദ്ധതിയെ കാണാവുന്നതാണ് എന്ന് നമുക്ക് ഇന്ന് ഇവിടെ സമാരംഭിച്ചിരിക്കുന്ന ഈ പദ്ധതിയിലൂടെ മനസ്സിലാക്കാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു.